2021 രാജ്യത്തെ മരണസംഖ്യ കോവിഡിന് മുൻ വർഷമായ 2019 20 ലക്ഷം കൂടുതലായിരുന്നു. മരണനിരക്കിലെ വർധന 2021 കോവിഡ് മരണനിരക്കായ 3.3 ലക്ഷത്തിന്റെ 6 ഇരട്ടി. മരണക്കണക്കിലെ പൊരുത്തക്കേട് എങ്ങനെയാണെന്ന് നോക്കാം. കണക്കിൽപ്പെടാത്ത ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ചത് ഗുജറാത്തിലാണ്. 2021 പുറത്തുവിട്ട ഗുജറാത്തിലെ കോവിഡ് മരണനിരക്ക് 5809 മാത്രമായിരുന്നു. അസ്വാഭാവിക മരണമാകട്ടെ 1,90,50,000. ബംഗാളിൽ 2021 പുറത്തുവിട്ട മരണനിരക്ക് 10,052 മാത്രമാണ്. അസ്വാഭാവിക മരണമാകട്ടെ 1,50,000. CRS ഡേറ്റ പ്രകാരം മധ്യപ്രദേശിൽ കൂടുതൽ വന്നത് 18.3% മരണമാണ്. ബീഹാറിൽ 12.7%. UP-യിൽ 2021 പുറത്തുവിട്ട കണക്ക് 14,563 മരണമാണ്. അസ്വാഭാവിക മരണമാവട്ടെ 1,00,000-ലേറെയും. താരതമ്യേന കൃത്യമായ വിവരം കൈമാറിയ സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. കേരളത്തിലെ 2021 കണക്ക് 44,721 മരണങ്ങളാണ്. കേന്ദ്രത്തിന്റെ CRS കണക്ക് പ്രകാരം 65,655. ഉത്തരാഖണ്ഡിൽ 2021 പുറത്തുവിട്ട നിരക്ക് 5,909. കേന്ദ്ര കണക്ക് പ്രകാരം 9,689. തമിഴ്നാട്ടിൽ 2021 പുറത്തുവിട്ട കണക്കുകളേക്കാൾ 6.7% അധിക മരണനിരക്കുണ്ട്. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ആന്ധ്ര തുടങ്ങിയ മിക്ക സംസ്ഥാനങ്ങളും കണക്കുകൾ പൂഴ്ത്തി. കേരളത്തിലെ കോവിഡ് മരണങ്ങൾ നോക്കാം. കോവിഡ് കേസുകളും മരണനിരക്കും കൂടിയതിൽ കേരളം കേട്ടത് വലിയ പഴിയാണ്. കണക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തിയെന്ന കേരളത്തിൻ്റെ വാദം പക്ഷെ ശരിയായി. താരതമ്യേന സുതാര്യത കാണിച്ച കേരളം പട്ടികയിൽ പ്രഥമ സ്ഥാനത്ത് വന്നു. CRS മരണനിരക്കും കേരളത്തിൻ്റെ കണക്കും തമ്മിൽ വ്യത്യാസം 1.5% മാത്രമാണ്. കോവിഡ് മരണമെന്ന് ഉറപ്പിച്ചത് എങ്ങനെ എന്നതല്ലേ 2015, 2019 വരെയുള്ള ആകെ മരണനിരക്ക് വിശകലനം ചെയ്തു. ഇതുപ്രകാരം 2020, 2021 വർഷത്തെ പ്രതീക്ഷിത നിരക്ക് കണക്കാക്കി. പ്രതീക്ഷിത നിരക്കും പുറത്തുവന്ന CRS ഡേറ്റയും തമ്മിലുള്ള വ്യത്യാസം വിശകലനം ചെയ്തു. ലോക്ക്ഡൗൺ പശ്ചാത്തലത്തിൽ കോവിഡ് അല്ലാതെ മറ്റു മരണങ്ങൾക്കുള്ള സാധ്യത കുറവായിരുന്നു. രജിസ്ട്രേഷന് പ്രേരകമായത് കോവിഡ് നഷ്ടപരിഹാരം ഉൾപ്പെടെ ലഭിക്കാൻ മരണ സർട്ടിഫിക്കറ്റ് ആവശ്യമായി. പെൻഷൻ പദ്ധതി, സ്വത്ത് വിവരം, വീതം വയ്പ് എന്നിവയ്ക്കെല്ലാം സർട്ടിഫിക്കറ്റ് ആവശ്യമായി. അങ്ങനെയാണ് പതുക്കെയാണെങ്കിലും സത്യം പുറത്തു വരുന്നത്. ഈ പതുക്കെയാണെങ്കിലും സത്യം പുറത്തു വന്നതിൽ സന്തോഷമുണ്ട് എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത്. താരതമ്യേന സുതാര്യത കാണിച്ച കേരള സംസ്ഥാനമാണ് സുതാര്യത കാണിച്ചത് എന്ന് ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. ഇതിനോട് പ്രതികരിച്ചു.